ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 237 വാല്യം 6. മഗ്ദലേന കന്യകാമേരിയും ഒന്നിച്ച് ശിഷ്യരുടെ ഇടയിൽ. ഗുരുവേ, ഇന്ന് കൊടുങ്കാറ്റുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഹെർമോൻ മലയുടെ പിന്നിൽ നിന്ന് കറുത്ത മേഘം പൊങ്ങുന്നത് നീ കാണുന്നില്ലേ? തടാകം പരുക്കനാകുന്നത് നീ നോക്കൂ. ചൂടുള്ള വടക്കൻ കാറ്റിൻ്റെ ഗംഭീര ശബ്ദം കേൾക്കുന്നില്ലേ? ചുറ്റിയടിക്കുന്ന കാറ്റ്, കൊടുങ്കാറ്റിൻ്റെ എല്ലാ ലക്ഷണങ്ങളും. എന്ത് സമയത്തിനുള്ളിലുണ്ടാകും സൈമൺ? 1-ാം മണി കഴിയുന്നതിന് മുമ്പ് ആരംഭിക്കും. നോക്കൂ, മീൻപിടുത്തക്കാർ തിരിച്ചെത്താൻ തത്രപ്പെടുന്നത്. തടാകം അലറുന്ന ശബ്ദം അവർക്ക് കേൾക്കാം. പെട്ടെന്ന് ഇരുളും, പിന്നെ കുറ്റാകൂരിരുട്ടായിരിക്കും. അതേ തുടർന്ന് ശക്തിയേറിയ കോരിച്ചൊരിക്കലും. പക്ഷെ എല്ലാം ശാന്തമാണല്ലോ ഇപ്പോൾ. വിശ്വാസമില്ലാതെ തോമസ് പറയുന്നു. നിനക്ക് സ്വർണവുമായിട്ടാണ് പരിചയം, എനിക്ക് വെള്ളവുമായും. ഞാൻ പറയുന്നത് പോലെ തന്നെ സംഭവിക്കും. നനച്ചിരിക്കാത്ത നേരത്തുണ്ടാകുന്ന കൊടുങ്കാറ്റല്ല ഇത്. വ്യക്തമായ അടയാളങ്ങളോട് കൂടിയ വലിയ കൊടുങ്കാറ്റ്. തടാകത്തിൻ്റെ മുകൾ പരപ്പ് ശാന്തമായി കാണുന്നു, ചെറിയ ഓളങ്ങൾ മാത്രം. എന്നാൽ ഈ സമയത്ത് വള്ളത്തിലാണെങ്കിൽ വള്ളത്തിൻ്റെ അടിയിൽ പടുപടാന്ന് മുട്ടുന്ന പോലെയും അനുഭവപ്പെടും. അടിയിൽ വെള്ളം ഇളകിക്കഴിഞ്ഞു. ആകാശത്തിലെ അടയാളങ്ങൾ കാത്തിരിക്കൂ. അപ്പോൾ കാണാം, വടക്കൻ കാറ്റ് സിറോക്കുമായി കെട്ടുപിണഞ്ഞ് ആഞ്ഞടിക്കും. ഓഹോയ് പെണ്ണുങ്ങളെ, വെളിയിൽ തൂക്കിയിട്ടിരിക്കുന്നതെല്ലാം വേഗം എടുത്തുകൊള്ളൂ. കന്നുകാലികളെ തിടുക്കമായി കൂട്ടിൽ കയറ്റൂ. അല്പസമയത്തിനുള്ളിൽ ഒരു തുള്ളി ഒരു കുടമെന്ന കണക്കിന് മഴ പെയ്യും. ആകാശത്തിന് കൂടുതൽ പച്ച നിറം. കാർമേഘങ്ങളുടെ ഒഴുക്കുകൊണ്ടുണ്ടാകുന്ന കറുത്ത രേഖകൾ ഹെർമോൻ മലകൾ ചിതറിക്കുന്നു. പകലിനെ മധ്യാഹ്നത്തിലേക്ക് നയിക്കുന്നതിന് പകരം രാത്രിയിലേക്ക് തള്ളുകയും പുലരിയെ അത് വന്ന സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചോടിക്കുകയും ചെയ്യുന്നു. കഫർനാമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഇരുണ്ട മേഘങ്ങൾക്കിടയിലൂടെ പച്ച കലർന്ന മഞ്ഞ നിറത്തിൽ സൂര്യരശ്മി പ്രകാശിക്കുന്നുണ്ട്. തടാകം ആകാശത്തിൻ്റെ നീലിമയിൽ നിന്ന് ധൂമ്രവർണ്ണമായി മാറുന്നു. ചെറു തിരമാലകളുടെ നുര വെള്ളത്തിൻ്റെ ഇരുളിമയ്ക്കെതിരായി വെള്ള നിറത്തിൽ കാണുന്നുണ്ട്. വള്ളങ്ങളൊന്നുമില്ല. വലകൾ, കുട്ടകൾ, തുഴകൾ ഇവയെല്ലാം ഭദ്രമാക്കുന്നതിന് വള്ളങ്ങൾ കരയ്ക്കടുപ്പിക്കാൻ മീൻപിടുത്തക്കാർ തത്രപ്പെടുന്നു. ഈ സമയം കർഷകർ അവരുടെ വിളകൾ വേഗം അകത്താക്കാൻ ശ്രമിക്കുന്നു. കന്നുകാലികളെ കൂട്ടിൽ കയറ്റുന്ന സ്ത്രീകൾ കിണറ്റിൻകരയിലേക്ക് പോകുന്നു. അടയിരിക്കുന്ന കോഴി വരാൻ പോകുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെ മഴയ്ക്ക് മുമ്പ് സ്ത്രീകൾ കുട്ടികളെ വീട്ടിനുള്ളിലാക്കുന്നു. സൈമൺ, എൻ്റെ കൂടെ വരിക. മാർത്തായുടെ വേലക്കാരനെയും എൻ്റെ സഹോദരൻ ജെയിംസിനെയും കൂടെ വിളിച്ച് ഒരു വലിയ ക്യാൻവാസും കൂടെ എടുക്കണം. നല്ല ബലമുള്ള ഒരു ക്യാൻവാസ്. വഴിയിൽ 2 സ്ത്രീകളുണ്ട്. നമ്മൾ അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. പത്രോസ് ജിജ്ഞാസയോടെ ഈശോയെ നോക്കി. എന്നാൽ സമയം ഒട്ടും കളയാതെ അനുസരിച്ചു. ഗ്രാമത്തിലെ തെക്കോട്ടുള്ള വഴിയിലൂടെ അവർ ഓടി. ഇടയ്ക്ക് സൈമൺ ചോദിച്ചു, അവർ 2 പേരും ആരാണ്? എൻ്റെ അമ്മയും മഗ്ദലേന മേരിയും. ആണിയടിച്ച് തറച്ച പോലെ ഷോക്കടിച്ച പത്രോസ് ഒരു നിമിഷം നിന്നുപോയി. എന്നിട്ട് വിസ്മയത്തോടെ പറഞ്ഞു, നിന്റെ അമ്മയും മഗ്ദലേന മേരിയുമോ? ഒരുമിച്ചോ? ഈശോയും ജെയിംസും വേലക്കാരനും നിൽക്കാത്തതുകൊണ്ടും പത്രോസ് ഓട്ടം തന്നെ. എങ്കിലും ആവർത്തിച്ച് ചോദിക്കുന്നു, നിന്റെ അമ്മയും മഗ്ദലേന മേരിയും ഒരുമിച്ചോ? എപ്പോൾ മുതൽ? അവൾ ഈശോയുടെ മേരി ആയപ്പോൾ മുതൽ. വേഗം ഓടിക്കോ, സൈമൺ, മഴ പെയ്യാൻ തുടങ്ങുന്നു. തന്നേക്കാൾ ഉയരവും വേഗതയുമുള്ളവരോടൊപ്പം എത്താൻ പത്രോസ് കിണഞ്ഞു പരിശ്രമിക്കുന്നു. ഒരു കാറ്റടിച്ച് ഉണങ്ങി വരണ്ട റോഡിൽ നിന്ന് പൊടി പറപ്പിച്ചു തുടങ്ങി. കാറ്റിൻ്റെ ശക്തി അനുനിമിഷം കൂടുകയാണ്. തടാകം ആകെ ശോഭിച്ച് തിരമാലകൾ അലറിക്കൊണ്ട് തീരത്തേക്ക് ആഞ്ഞടിച്ച് ചിതറുന്നു. തിളച്ചു മറിയുന്ന വലിയ കുട്ടകം പോലെയാണ് ഇപ്പോൾ തടാകം കാണപ്പെടുന്നത്. തിരമാലകൾ 4-5 അടി ഉയരത്തിൽ പൊങ്ങി തമ്മിലടിച്ച് പരസ്പരം ലയിക്കുകയും വീണ്ടും ഉയരുകയും ചെയ്യുന്നു. നുരഞ്ഞു പൊങ്ങുന്ന തിരമാലയുടെ ശിഖരം വജ്രം വച്ചു വരുന്ന ജലസഞ്ചയം തീരത്തുള്ള വീടുകളെ തുടച്ചു നീക്കുന്നു. വൃക്ഷങ്ങളുടെ കമ്പുകളൊടിച്ച് അലറുന്ന കാറ്റിൻ്റെ ശബ്ദത്തെ വെല്ലുന്ന ഗർജനത്തോടെ തടാകം അതിൻ്റെ സാന്നിധ്യം അറിയിക്കുകയാണ്. കൂടെ കൂടെ ശക്തിയായ മിന്നൽ, തുടർച്ചയായി ഭയപ്പെടുത്തുന്ന ഇടിമുഴക്കം,
ഇവയെയെല്ലാം വെല്ലുന്ന ചെവിയടപ്പിക്കുന്ന ഗർജനമാണ് തടാകത്തിൽ നിന്ന് ഉയരുന്നത്. അവർ രണ്ടുപേരും എത്രമാത്രം ഭയപ്പെട്ടു കാണും. കിതപ്പോടെ പത്രോസ് പറയുന്നു, എൻ്റെ അമ്മ ഭയപ്പെടുകയില്ല. മറ്റേയാളിനെ പറ്റി എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ വേഗത്തിൽ ചെന്നില്ലെങ്കിൽ തീർച്ചയായും അവൾ വെള്ളത്തിൽ മുങ്ങും. അവർ പൊടിപടലവും ശക്തമായ മഴയും പിന്നിട്ട് കഫർനാമിൽ നിന്ന് 300 വാര അകലെയായിട്ടുണ്ട്. മ്ലാനമായ അന്തരീക്ഷത്തിൽ ചൊരിഞ്ഞ ചാലുകീറിക്കൊണ്ടുള്ള ശക്തമായ മഴ. 2 സ്ത്രീകൾ ഓടി ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അഭയം തേടുന്നത് കണ്ടപ്പോൾ മഴവെള്ളം നിമിത്തം അന്ധരായ അവർക്ക് ശ്വാസം നിലച്ച പോലെയായി. അതാ അവർ അവിടെ, നമുക്കോടാം. കുറുങ്കാലനും ഓട്ടത്തിൽ വിദഗ്ധനുമല്ലാത്ത പത്രോസിന് മേരിയോടുള്ള സ്നേഹം ചിറകുകൾ കൊടുത്തെങ്കിലും അയാൾ ഓടിയെത്തിയപ്പോൾ ഈശോയും ജെയിംസും കൂടെ 2 സ്ത്രീകളെയും കാൻവാസ് കൊണ്ട് മൂടിക്കഴിഞ്ഞിരുന്നു. നമുക്കിവിടെ നിൽക്കാൻ പറ്റുകയില്ല. ഇടിമിന്നലിൻ്റെ ഭീഷണിയും റോഡിലൂടെ കുത്തിയൊഴുക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത വീട് വരെയെങ്കിലും പോകാം ഗുരുവേ, ശ്വാസം പിടിച്ച് പത്രോസ് പറഞ്ഞു. സ്ത്രീകളെ നടുക്ക് നിർത്തി അവർക്ക് മീതെ ക്യാൻവാസ് വിരിച്ചു പിടിച്ചുകൊണ്ട് അവർ നടന്നു. മഗ്ദല മേരി സൈമണിൻ്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ അതിനു മീതെ പരിശുദ്ധ കന്യകയുടെ ഒരു മേലങ്കിയും ഇപ്പോൾ ധരിച്ചിട്ടുണ്ട്. അവളോട് ഈശോ പറഞ്ഞ ആദ്യ വാക്ക്, നിനക്ക് ഭയമുണ്ടോ മേരി എന്നാണ്. ശിരോവസ്ത്രത്തിനുള്ളിൽ കുനിഞ്ഞിരുന്ന മേരിയുടെ തല ലജ്ജ കൊണ്ട് കുറെ കൂടെ കുനിഞ്ഞു. താഴ്ന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. മഴയത്ത് ഓടിയപ്പോൾ അവളുടെ തലമുടി അഴിഞ്ഞ് ചിന്നിച്ചിതറി കിടക്കുകയാണ്. പരിശുദ്ധ കന്യകയുടെ ഹെയർ പിൻ പലത് പോയി. അവളുടെ മുടി കീഴോട്ട് തൂങ്ങി ഒരു കൊച്ചു പെൺകുട്ടിയെപ്പോലെ കാണപ്പെടുന്നു. തൻ്റെ പാർശ്വത്ത് നിൽക്കുന്ന പുത്രനെ നോക്കി പുഞ്ചിരിക്കുകയും ആ പുഞ്ചിരിയിൽ കൂടി അവനോട് സംസാരിക്കുകയും ചെയ്യുന്നു. അവളുടെ ശിരോവസ്ത്രത്തിലും മേലങ്കിയിലും തൊട്ടുനോക്കി ജെയിംസ് പറയുന്നു, ആകെ കുതിർന്നല്ലോ മേരി. അത് സാരമില്ല, ഇപ്പോൾ നമ്മൾ നനയുന്നില്ലല്ലോ. അവൻ നമ്മെ മഴയിൽ നിന്നും രക്ഷിച്ചു. ശരിയല്ലേ മേരി? മേരി മഗ്ദലനയുടെ അമ്പരപ്പ് ശരിക്കും മനസ്സിലാക്കിയിരുന്ന പരിശുദ്ധ കന്യക സ്നേഹവായ്പോടെയാണ് അങ്ങനെ ചോദിച്ചത്. മേരി തലകുലുക്കി സമ്മതിച്ചു. നിന്റെ സഹോദരിക്ക് നിന്നെ കാണുന്നത് സന്തോഷമായിരിക്കും. അവൾ കഫർനാമിലുണ്ട്. അവൾ നിന്നെ പാർത്തിരിക്കുകയാണ്, ഈശോ പറഞ്ഞു. ഈശോ തൻ്റെ സ്വതസിദ്ധമായ ലാളിത്യത്തോടെ മറ്റ് ശിശുക്കളോടെന്ന പോലെ അവളോട് സംസാരിച്ചപ്പോൾ അവൾ മനോഹരമായ അവളുടെ കണ്ണുകൾ ഉയർത്തി ഒരു നിമിഷം അവനെ നന്നായി നോക്കി. എന്നാൽ ഒന്നും പറഞ്ഞില്ല. പലതരം വികാരങ്ങളാൽ അവൾ സ്തബ്ധയായിരുന്നു. അവസാനം ഈശോ പറഞ്ഞു, അവൾ അവിടെ കാത്തിരിക്കാൻ പറഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിന്നെ അനുഗ്രഹിച്ച ശേഷം വിടാം. അവൻ്റെ അവസാന വാക്കുകൾ അന്നേരമുണ്ടായ ഇടിയുടെ ശബ്ദത്തിൽ ലയിച്ചുപോയി. മഗ്ദലന ഒരു നിമിഷം ഭയചകിതയായി. അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞ് തലതാഴ്ത്തി നിൽക്കുകയാണ്. അവളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പത്രോസ് പറഞ്ഞു, ഭയപ്പെടേണ്ട, അതെല്ലാം കഴിഞ്ഞു. നീ ഈശോയോട് കൂടെ ആയിരിക്കുമ്പോൾ ഒരിക്കലും ഭയപ്പെടേണ്ട. മഗ്ദലയുടെ അടുത്ത് നിന്നിരുന്ന ജെയിംസും പറഞ്ഞു, കരയേണ്ട, വീടുകൾ അത്ര ദൂരെയൊന്നുമല്ല. ഞാൻ ഭയം കൊണ്ട് കരയുന്നതല്ല, ഞാൻ കരയുന്നത് ഗുരു എന്നോട് പറഞ്ഞു, ഗുരു എന്നെ അനുഗ്രഹിക്കുമെന്ന്. ഞാൻ പിന്നെ ഒന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളെ സാന്ത്വനപ്പെടുത്തുന്നതിന് പരിശുദ്ധ അമ്മ പറയുന്നു, നിന്റെ കൊടുങ്കാറ്റിനെ നീ ഇതിനകം ജയിച്ചിരിക്കുന്നു. ഇനി അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇപ്പോൾ എല്ലാം ശാന്തവും സമാധാനപൂർണവുമായിരിക്കുന്നു. അത് ശരിയല്ലേ എൻ്റെ മകനെ? അതെ അമ്മേ, അത് വളരെ ശരിയാണ്. അധികം താമസിയാതെ സൂര്യൻ പ്രകാശിക്കുകയും എല്ലാം ഇന്നലത്തേക്കാൾ കൂടുതൽ മനോഹരവും പുതുമയുള്ളതും പരിശുദ്ധവുമായിരിക്കുകയും ചെയ്യും. മേരി, നിന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. പരിശുദ്ധ അമ്മ മഗ്ദലനയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തുടരുന്നു, നിന്റെ വാക്കുകൾ മാർത്തയോട് ഞാൻ ആവർത്തിച്ച് പറയും. അവളെ ഉടനെ കാണുകയും മേരിയുടെ മനസ്സ് എത്ര നന്നായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യാമല്ലോ എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. പത്രോസ് ആ പ്രളയക്കെടുതി ക്ഷമാപൂർവ്വം സഹിച്ച് ചെളിവെള്ളത്തിൽ നീന്തി ക്യാൻവാസിൻ്റെ കീഴിൽ നിന്ന് പുറത്തു വന്ന് ഒരു വീടന്വേഷിക്കാൻ ഓടി. വേണ്ട സൈമൺ, നമ്മുടെ വീട്ടിലേക്ക് പോകാനാണ് എല്ലാവർക്കും താല്പര്യം, ശരിയല്ലേ?
എല്ലാവരും സമ്മതിച്ചു. പത്രോസ് കാൻവാസിന്റെ കീഴിലേക്ക് പോന്നു. കഫർനാം ഒരു മരുഭൂമി പോലെ ആയിട്ടുണ്ട്. കാറ്റും മഴയും ഇടിയും മിന്നലും എല്ലാം പോരാഞ്ഞിട്ട് ആലിപ്പഴ വർഷവും പുരമുകളിലേക്ക് വീണു തെറിക്കുന്ന ശബ്ദവും തടാകം ഭയമുളവാക്കുന്നു. കടൽ തീരം കാണാനേയില്ല. തിരമാലകൾ വീടിന്മേൽ ആഞ്ഞടിക്കുന്നുണ്ട്. വീടുകൾക്ക് സമീപം ഉറപ്പിച്ചിരുന്ന വള്ളങ്ങൾ നിറയെ വെള്ളം. തിരകൾ നിമിത്തം അവ കവിഞ്ഞൊഴുകുന്നു. അവർ വീടിനടുത്തെത്തി. ചപ്പ് ചവറുകൾ അടിഞ്ഞുകിടക്കുന്ന ചെളിവെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന അടുക്കളത്തോട്ടത്തിലൂടെ നീന്തി അവർ അടുക്കളയിൽ പ്രവേശിച്ചു. വീട്ടിലുള്ളവരെല്ലാം അടുക്കളയിലുണ്ട്. സ്വന്തം സഹോദരിയെ കണ്ടപ്പോൾ, പരിശുദ്ധ കന്യക അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ മാർത്ത ഉച്ചത്തിൽ നിലവിളിച്ചു. മേരി എത്രയധികം നനഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാതെ അവളുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് മീറി മീറി എൻ്റെ ഓമനെ എന്ന് തെരുതെരെ വിളിച്ചു. മഗ്ദലന ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അവൾ വിളിച്ചിരുന്ന പേരായിരിക്കാം അത്. മേരി അവളുടെ സഹോദരിയുടെ തോളിൽ തലചായ്ച്ചു വെച്ച് കരയുന്നു. അവളുടെ അഴിഞ്ഞു കിടന്നിരുന്ന സ്വർണ്ണ തലമുടി മാർത്തയുടെ ഇരുണ്ട നിറമുള്ള വസ്ത്രം മൂടിക്കിടക്കുന്നു. മങ്ങി നിൽക്കുന്ന വിളക്കിൻ്റെ അല്പമായ പ്രകാശവും അടുപ്പിൽ കത്തി നിൽക്കുന്ന വിളക്കിൻ്റെ സ്വല്പം വെട്ടവും മാത്രമുള്ള ഇരുണ്ട അടുക്കളയിൽ തിളങ്ങുന്ന ഏക വസ്തു മേരിയുടെ മുടിയാണ്. അപ്പസ്തോലന്മാർ ആരും സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് വീട്ടുടമയും ഭാര്യയും. മാർത്തായുടെ കരച്ചിൽ കേട്ടയുടനെ അടുക്കളയിലേക്ക് അവർ വന്ന് കാര്യമറിയാൻ നോക്കി. സംഗതി മനസ്സിലായ ഉടനെ വിവേകപൂർവ്വം പിന്മാറി. മാർത്ത തൻ്റെ സ്നേഹവികാര തള്ളലുകളെല്ലാം ശമിച്ചപ്പോൾ മാത്രമേ ഈശോയെയും മേരിയെയും കാണുന്നുള്ളൂ. അവരെങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു എന്നുള്ളതിനെക്കുറിച്ച് അവൾക്ക് വലിയ വിസ്മയം. അവൾ സഹോദരിയോട് ചോദിച്ചു, നമ്മുടെ അമ്മയും ഈശോയും ഇതെങ്ങനെയാണ് നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വന്നത്? ആ കൊടുങ്കാറ്റ്, മാർത്ത, ഞാനും സൈമണും ജെയിംസും നിന്റെ വേലക്കാരനും കൂടെ ആ 2 തീർത്ഥാടകരെ കണ്ടുമുട്ടുന്നതിനായി പോയി. ഈശോ അവരെ അന്വേഷിച്ചു പോകുമെന്നുള്ള കാര്യം അവർ ഓർത്തുപോലുമില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ മാർത്ത ഞെട്ടിപ്പോയി. നിനക്കറിയാമായിരുന്നോ എന്ന് ചോദിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നെങ്കിലും ചോദിക്കാനിടയായില്ല. കാരണം തോമസ് അത് ചോദിച്ചു കഴിഞ്ഞു. എന്നാൽ തോമസിന് ഗുരുവിൽ നിന്ന് മറുപടിയൊന്നും കിട്ടിയില്ല. കാരണം മാർത്ത അവളുടെ സഹോദരിയോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നീ മേരിയുടെ കൂടെ പോയി താമസിച്ചത്? മഗ്ദലന തല താഴ്ത്തുക മാത്രം ചെയ്യുന്നു. അവളുടെ സഹായത്തിന് നമ്മുടെ പരിശുദ്ധ അമ്മ എത്തി. അവളുടെ കൈ തൻ്റെ കരങ്ങളിലെടുത്തുകൊണ്ട് പറയുന്നു, അവൾ എൻ്റെ അടുത്ത് വന്നത് ഒരു തീർത്ഥാടകയെ പോലെയാണ്. ലക്ഷ്യസ്ഥാനത്തെത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴി അന്വേഷിക്കുന്ന തീർത്ഥാടക. അവൾ എന്നോട് പറഞ്ഞത്, ഈശോയുടെ സ്വന്തമായി തീരേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് പഠിപ്പിച്ചു തരണമേ എന്നാണ്. വളരെ ഉറച്ച സന്മനസ് അവൾക്കുള്ളതിനാൽ വേഗത്തിൽ ആ ജ്ഞാനം അവൾക്ക് ലഭിച്ചു. അവളുടെ കയ്യിൽ പിടിച്ച് ഇവിടേക്ക് ആനയിക്കപ്പെടാൻ അവൾ ഒരുങ്ങിയതായി എനിക്ക് തോന്നി. എൻ്റെ മകനെ, നിന്റെ പക്കലേക്കും നല്ലവളായ മാർത്ത, നിന്റെ അടുത്തേക്കും ശിഷ്യ സഹോദരങ്ങളായ നിങ്ങളുടെ പക്കലേക്കും അവളെ കൊണ്ടുവന്ന് എനിക്ക് പറയാൻ കഴിയുന്നു, ഇതാ നിന്റെ ശിഷ്യ, ഇതാ നിങ്ങളുടെ സഹോദരി. സ്വഭാവാതീതമായ ആനന്ദം അവളുടെ നാഥനും സഹോദരങ്ങളായ നിങ്ങൾക്കും നൽകും. നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും ഈശോയും ഞാനും അവളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും അവളെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അപ്പസ്തോലന്മാരെല്ലാവരും അപ്പോൾ അവളുടെ ചുറ്റും കൂടി അവൾക്ക് അഭിവാദനങ്ങൾ നൽകുന്നു. അല്പം ജിജ്ഞാസ എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് സംശയമില്ല. അതെങ്ങനെ ഉണ്ടാകാതിരിക്കും? അവർ ഇപ്പോഴും കേവലം മനുഷ്യരല്ലേ? പത്രോസിൻ്റെ സാമാന്യ ബുദ്ധി പറയുന്നു, എല്ലാം നന്നായിരിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധ സ്നേഹവും സഹായവും ഒക്കെ അവൾക്കുറപ്പായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അമ്മയും സഹോദരിയും നനഞ്ഞു കുതിർന്നാണിരിക്കുന്നതെന്ന് നമ്മൾ പരിഗണിക്കണം. വാസ്തവത്തിൽ നമ്മളും കുതിർന്നിരിക്കുകയാണ്. പക്ഷേ അവൾ വളരെ കഷ്ടസ്ഥിതിയിലാ. വലിയ മഴ കഴിയുമ്പോൾ പഞ്ഞിമരത്തിൽ നിന്ന് വെള്ളം ഇറ്റിറ്റു വീണുകൊണ്ടിരിക്കുന്നു. ഉടുപ്പുകളിലാകെ ചെളി. നമുക്ക് തീ പിടിപ്പിച്ച് സ്വല്പം ചൂടുള്ള ഭക്ഷണം തയ്യാറാക്കാം. അവർക്ക് ഉണങ്ങിയ വസ്ത്രങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യാം.
എല്ലാവരും ജോലികളിൽ വ്യാപൃതരാകുന്നു. വെള്ളത്തിൽ കുതിർന്നു നിൽക്കുന്ന ആ 2 യാത്രക്കാരെയും മാർത്ത ഒരു മുറിയിലേക്ക് ആനയിച്ചു. തീ കത്തിച്ച ശേഷം നനഞ്ഞ വസ്ത്രങ്ങൾ, ശിരോവസ്ത്രം, പുറംകുപ്പായം തുടങ്ങി എല്ലാം അതിനടുത്ത് തൂക്കി. ആ മുറിയിൽ എന്തെല്ലാം ക്രമീകരണങ്ങളൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നല്ല വീട്ടമ്മയുടെ കഴിവുകളെല്ലാം വീണ്ടെടുത്ത മാർത്ത ഉത്സാഹത്തോടെ ചൂടുവെള്ളം കൊണ്ടുവരുന്നു. ചൂടുപാൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. വീട്ടുടമസ്ഥ കൊടുത്ത വസ്ത്രങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തിരക്കായി നടക്കുന്നു 2 മേരിമാരെയും സഹായിക്കുവാൻ. ഇതോടെ ദർശനം അവസാനിക്കുകയാണ്.